ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് സംസാരിക്കുന്നവരായിട്ട് മാറണം. ഞാൻ നിങ്ങൾക്ക് ദുആ ചെയ്യാൻ ഒരു കാര്യം ചോദിക്കാം. നല്ല മൂഡിൽ നല്ല രീതിയിൽ നമ്മൾ ദുആ ചെയ്യാൻ ഇരിക്കുകയാണെങ്കിൽ എത്ര സമയമാണ് മാക്സിമം നമുക്ക് പറ്റുക? നമ്മളൊന്ന് പറയും. 5 മിനിറ്റ്, 10 മിനിറ്റ്, അരമണിക്കൂർ. മാഷാ അല്ലാഹ്, അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അരമണിക്കൂർ. ഞാൻ നബി തങ്ങളുടെ സാധാരണ ദുആന്റെ കണക്ക് പറഞ്ഞിട്ട്, സാധാരണ തങ്ങൾ ചെയ്യുന്ന ദുആന്റെ ഒരു കണക്ക്. ഇപ്പൊ ജംറയിൽ എറിയുന്നു. ജംറയിൽ എറിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. എത്രയെന്നറിയാം എൻ്റെ കണക്ക്? വഖഫ തവീൽ എന്ന ഹദീസിലുള്ളത്, ദീർഘമായി നിന്നു. അപ്പോൾ നബി തങ്ങളെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്ത് അതുപോലെ ചെയ്യുന്ന സഹാബിയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രവൃത്തി നോക്കുമ്പോൾ ഖദറ സൂറത്തിൽ ബഖറ എന്നുള്ളത്. അതായത് ഒരു ജംറയിൽ 3 ജംറ ഉണ്ട്, ഒന്നിലേക്ക് 7 പ്രാവശ്യം എറിയണം. ഒന്നാമത്തെ ജംറയിൽ എറിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന സമയം ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ പ്രവൃത്തി വെച്ച് നമ്മൾ മനസ്സിലാക്കാണ് സൂറത്തുൽ ബഖറ ഓതുന്ന അത്രയും സമയം. ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇത് വെച്ചുകൊണ്ട് മനസ്സിലാക്കാം നബി തങ്ങൾ ഏകദേശം ഇത്ര സമയം നിന്നു. 2 ജുസും 8 പേജും ഉണ്ട്. 1 മണിക്കൂറിലധികം എടുക്കും സാധാരണ. 1 മണിക്കൂർ നമുക്ക് കൂട്ടാം. അപ്പോൾ 1 മണിക്കൂർ ദുആ ചെയ്യണം ഒരു ജംറയിൽ നിന്നിട്ട്. ശേഷം രണ്ടാമത്തേൽ എറിഞ്ഞു, അവിടെ നിന്ന് വീണ്ടും ദുആ ചെയ്തു. വഖഫ തവീലൻ, ദീർഘമായി നിന്നു. അതിൻ്റെ കണക്ക് ഹദീസുകൾ വെച്ചുകൊണ്ട് ഇമാമുകൾ വിവരിക്കുകയാണ് 1 മണിക്കൂർ നിന്നു. മൂന്നാമത്തെ ജംറയിൽ എറിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ നിന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ നടന്നുപോയി. ഇത് ദുആ സ്വീകരിക്കപ്പെടുന്ന അനേകം സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കിട്ടുന്ന സമയം എത്രയാണെന്ന് വെച്ചാൽ 1 മണിക്കൂർ എന്ന് വായിച്ചിരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് 1 മണിക്കൂറൊക്കെ ഒരു സ്ഥലത്ത് ഇരുന്ന് ഇങ്ങനെ മൊബൈൽ തുറന്നാൽ മൊബൈലൊരു ആപ്പ് ഉണ്ട്, എന്താണെന്നറിയോ? സ്ക്രീൻ ടൈം നോക്കാം. നമ്മൾ എത്ര നേരം ഈ സ്ക്രീൻ നോക്കി നിന്നൊന്നും അറിയാനുള്ള വഴിയുണ്ട്. നിങ്ങളൊന്ന് തുറന്നിട്ട് നോക്കിയാൽ യൂട്യൂബിൽ പാചകങ്ങളും അമ്മായിമാരെ ചാനലൊക്കെ കാണുന്ന സഹോദരിമാരുണ്ടാകും. പിന്നെ പല തമാശകളും കാര്യങ്ങളൊക്കെ കാണുന്നവരുണ്ടാകും. ഒന്ന് തുറന്ന് സ്ക്രീൻ ടൈം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എപ്പോഴെങ്കിലും 5-6 മണിക്കൂറൊക്കെ പോയിട്ടുണ്ടാവും. അപ്പം നമുക്കിതിൽ വിനോദമുണ്ട്, ഇതിൽ ആനന്ദമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ തുടങ്ങിയാൽ തങ്ങളതിൽ ലയിച്ചു പോവാണ്. തങ്ങൾ 1 മണിക്കൂറിന് ദുആ ചെയ്യുന്നു, അടുത്ത ജംറയിൽ എറിയുന്നു, ദുആ ആസ്വദിക്കുന്നു. 1 മണിക്കൂർ ഇങ്ങനെ നിന്ന് ചെയ്തതല്ല, തങ്ങൾ ദീർഘമായിട്ട് ദുആ ചെയ്തത് കണക്ക് സഹാബികൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പം ഇങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നമ്മൾ പഠിക്കണം. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റും. കുടുംബം കുടുംബമായിട്ട് മാറും, വീട് വീടായിട്ട് മാറും. വീട്ടിൽ നടക്കേണ്ട സവിശേഷമായ പല അമലുകളുണ്ട്. ഒരിക്കൽ നബി തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയെ ഇരുത്തിക്കൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇഗ്ഫിർ ലി ആയിഷ മാ തഖദ്ദമ മിൻ ദംബിഹാ വമാ തഅഖർ വമാ അസറത് വമാ അഅലനത്. അല്ലാഹുവേ, ആയിഷക്ക് നീ പുറത്തു കൊടുക്കണം, കഴിഞ്ഞ പാപങ്ങളും കഴിയാനുള്ളതും രഹസ്യമായതും പരസ്യമായതും. ആയിഷ റളിയല്ലാഹു അൻഹ സന്തോഷം കൊണ്ട് പുഞ്ചിരി തൂകി ചിരിച്ച് മടിത്തട്ടിൽ തലവെച്ച് കിടന്നു എന്നാണ്. അത് ചിരിച്ചുകൊണ്ട് നബി തങ്ങളോട് ആവശ്യപ്പെട്ടതാണ് ദുആ ചെയ്യാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ദുആ ചെയ്തതാണ്. ഇങ്ങനെ ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്ന, ഭാര്യ ഇരുത്തിയിട്ട് ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഭർത്താവും, ഭർത്താവിൻ്റെ ദുആക്ക് ആമീൻ പറയുന്ന ഭാര്യയും, അതുപോലെ തന്നെ മക്കൾക്ക് ദുആ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിൽ വാങ്ങുന്ന ദുനിയാവിൻ്റെ വസ്തുക്കൾക്കൊക്കെ ഒരു വിലയുണ്ട്, അതിനൊക്കെ ഒരു ആത്മാവ്, അതിനൊക്കെ ഒരു ഉപയോഗമുണ്ട്. ദീൻ ഇല്ലാതായി കഴിഞ്ഞാൽ നിങ്ങളെ മക്കളെ വളർത്തി വലുതാക്കി അനുസരണയില്ലാത്ത മക്കളാണ്, ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന മക്കളാണെങ്കിൽ ദുനിയാവ് അർത്ഥശൂന്യമായി പോകും. ഈ ചെയ്യുന്നതെല്ലാം വേസ്റ്റായി പോകും.